ഇത്തരം ക്രൈമുകൾ ഒരു കുടുംബത്തെ ആകെ വേട്ടയാടുന്ന തോതിലുള്ള ക്രൈമുകൾ എന്ന് പറയുന്നത് എങ്ങനെ അഡ്രസ്സ് ചെയ്യും? ഇപ്പോൾ പോലീസിന് നിരന്തരമായി ഒരു ഗുണ്ടാലിസ്റ്റിലുള്ള ആളുകളെല്ലാം എല്ലാ ദിവസവും എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിയിരിക്കാൻ കഴിയുമോ? ഇപ്പം നമുക്ക് പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കാം, സ്വാഭാവികമാണ്. ആരോപണം ഉന്നയിക്കുകയും വേണം. കാരണം ഒരു സംവിധാനത്തിൽ സുരക്ഷ, അവരുടെ ജീവന്റെയും സ്വത്തിന്റെയും സുരക്ഷ എന്നതൊക്കെ പോലീസിന്റെയും സംസ്ഥാനത്തിന്റെയും സർക്കാരിന്റെയും ഒക്കെ ചുമതലയാണ്. പക്ഷേ മനുഷ്യന്മാർ ഇത്രയും ക്രിമിനൽ ബുദ്ധിയോടുകൂടി പെരുമാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഈ ക്രിമിനൽ സ്വഭാവത്തെ അഡ്രസ് ചെയ്യുക? അല്ല, അത് അടുത്തുള്ള അയൽവാസികൾക്കൊക്കെ ഇയാൾ സ്ഥിരമായിട്ടൊരു ഭീഷണിയാണെന്ന് പറയുന്നുണ്ട്. ആ ഭീഷണി ആയതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ അദ്ദേഹത്തിൻ്റെ അതിക്രമങ്ങളുടെ പേരിൽ പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞു. പോലീസിൽ പരാതി കൊടുത്ത ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് അവകാശപ്പെടുന്നു. അതോടുകൂടിയിട്ട് കേസിൽ നിന്ന് ഒഴിവായി പോകും എന്ന് പറയുന്നതിൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനൊരു നിയമം ഇന്ത്യയിൽ നിലവിലില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം ചെയ്യുന്നത് മാനസികമായിട്ട് എന്തെങ്കിലും തകരാറുള്ള വ്യക്തിയാണെന്നുള്ള രീതിയിൽ പോലീസിന് കേസെടുക്കാതിരിക്കുകയോ നടപടി എടുക്കാതിരിക്കാനോ പറ്റില്ല. അത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കോഗ്നൈസ് അപ്ലറാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് നോക്കിയതിനു ശേഷം അയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ മെഡിക്കൽ പരിശോധനയിൽ ഈ വ്യക്തിക്ക് ആ സമയത്ത് ഇത് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് അറിയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനം ഉണ്ടെങ്കിൽ പോലും കേസ് ചാർജ് ചെയ്തതിന് ശേഷം കോടതിയാണ് അത് തീരുമാനിക്കുക. അല്ലാണ്ട് പോലീസിന് ഇതേമാതിരി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം തേച്ചുമാച്ച് കളയാനോ നടപടി സ്വീകരിക്കാതിരിക്കാനോ അധികാരമൊന്നും കൊടുത്തതായിട്ട് നിയമം നമ്മുടെ രാജ്യത്തില്ല. അതുകൊണ്ട് അത് അടിസ്ഥാനപരമായിട്ട് പോലീസ് അങ്ങനെ ഒരു വാദഗതി ഉന്നയിച്ച് നടപടി എടുക്കാതിരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞാൽ, വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം അദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് മാനസിക പ്രശ്നമായി. അവനെ മാനസിക രോഗിയായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ മാനസിക പ്രശ്നമുള്ളവരുത്താൻ മാനസിക രോഗം ഉണ്ടാകുന്ന ഈ നാർക്കോട്ടിക്സ് സ്ഥിരമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അവൻ 100% ഭ്രാന്തനും ക്രിമിനലും ആകുന്നതിന് എന്താ സംശയമുള്ളത്? അതറിയാൻ വയ്യാത്ത സാധാരണ ബുദ്ധിയുള്ള ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തിയെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് വീട്ടുകാരാണ്. വീട്ടുകാർ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്ത് സ്വീകരിച്ച ആളുകളൊക്കെ തന്നെ നാട്ടുകാരായാലും ശരി, നാട്ടുകാരത് പഠിക്കാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയെ അവർക്ക് വേണമെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനം വീട്ടുകാരെടുക്കേണ്ടിയിരുന്നു. അടുത്തുള്ള അയൽവാസികൾക്ക്, അതായത് പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലീസിന് ഇടപെട്ട് പോലീസ് തന്നെ കോടതി മുഖാന്തരം ഈ വ്യക്തിയെ ട്രീറ്റ്മെൻറ്റിന് നിർബന്ധിച്ചയക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള മാനസിക പ്രശ്നമുള്ള ആൾ തന്നെ മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന മാനസിക രോഗിയായിട്ടുള്ള ഒരു മനുഷ്യനെ മയക്കുമരുന്നോട് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താണുള്ളത്? അദ്ദേഹം പൂർണ്ണമായിട്ട് ഭ്രാന്തനായി മാറുകയാണ്. ക്രിമിനൽ സ്വഭാവം അതിൻ്റെ കൂടെ വേറെയുണ്ട്. ഇതെല്ലാം കൂടെ മൂന്നും കൂടെ ചേരുന്നതിന് അപ്പുറത്തേക്ക് ഒരു ക്രിമിനലിനെ ഈ ലോകത്തെവിടെയും നമുക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലുള്ള യാഥാർത്ഥ്യങ്ങളായി മാറിയിരുന്നു. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ ഹൈസ്കൂളിലുള്ള കുട്ടികൾ വരെ ഈ പറയുന്ന രാസലഹരിയൊക്കെ എളുപ്പത്തിൽ അവർക്കൊക്കെ അതിനെ കിട്ടുന്ന തരത്തിൽ നമ്മുടെ ഒരു സംവിധാനം മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മളതിനെ യാഥാർത്ഥ്യമായി അംഗീകരിക്കണം. ഈ ക്രിമിനൽ സ്വഭാവമുള്ള, ഒരുപക്ഷെ മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ള, ലഹരി ഉപയോഗമുള്ള ആളുകളൊക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ക്രൈമിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു. അതിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ്. വളരെ നിസ്സാരമല്ലേ? കാരണം ഈ രീതിയിലുള്ള അഡ്രസ്സ് ചെയ്യേണ്ട ആൾക്കാർ ഇതിനു വേണ്ടി വ്യക്തമായ നിയമങ്ങളുണ്ട്, ശക്തമായ നിയമമാണ്. പോലീസിനെ നിർവീര്യമാക്കുന്ന ഒരു സാഹചര്യം, പോലീസിൽ നിർവീര്യമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവർ കൃത്യരോഗം കാണിക്കുന്ന ഒരു സംവിധാനമായി പോകുമ്പോഴല്ലേ ഇതേമാതിരി ക്രിമിനൽസ് കൂടുക. പോലീസിൻ്റെ സംവിധാനം അനുസരിച്ച്, നിയമവ്യവസ്ഥിതി അനുസരിച്ച് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ അതിർത്തിയിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നു എന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പാടില്ല. അത് അവരിടപെട്ട് നേരത്തെ അറിയുകയും അറിഞ്ഞതിന് ശേഷം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അവരുടെ വേണ്ടി താക്കീത് ചെയ്ത് അവരെ വേണമെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി പ്രൊസീഡിങ്സ്, അതായത് അച്ചടക്ക നടപടിക്ക് വിധേയമാക്കുകയും അതുകൊണ്ട് സൽസ്വഭാവത്തെ ഉറപ്പുവരുത്തുന്നതിന് ബോണ്ട് വാങ്ങിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇയാൾ വീണ്ടും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു കുറ്റകൃത്യം സമൂഹത്തിലുണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പോലീസ് മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു കുറ്റകൃത്യം ഉണ്ടായത് എൻ്റെ കാര്യശേഷിയിൽ, എൻ്റെ പ്രവർത്തനശേഷിയിൽ എന്തോ ഒരു തകരാറുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ആ തകരാറ് പരിഹരിക്കാൻ ഒതുങ്ങുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ രീതി ശൈലി മാറ്റുകയും അതിന് പിന്നീട് അതുണ്ടാകാത്ത രീതിയിലുള്ള മുൻകരുതലോടുകൂടി ശക്തമായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? ഇതാണ് നിയമം.
അത് നിയമത്തിനെ നമ്മൾ പഠിച്ചിട്ട് കാര്യം, നിയമമുണ്ട്, നിയമമില്ലാത്ത കുഴപ്പമില്ല. പക്ഷേ എന്തുകൊണ്ട് പോലീസ് അലംഭാവം കാണിക്കുന്നു? അതിനെ ചെയ്യിക്കാൻ ആർക്കും താല്പര്യമില്ല. അഥവാ ഇനിയും ചെയ്യിച്ചാൽ പോലും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ വരുന്നു, അവരുടെ മനോവീര്യം കെടുത്തുക. അപ്പോൾ മനോവീര്യം കെടുക്കുമ്പോൾ ആ ഇടപെടൽ വല്ലാണ്ട് വരുന്ന അവസരത്തിൽ അവരെ സംബന്ധിച്ച് അവർ നിസ്സംഗരാകും. അപ്പോൾ ആ ഒരു പരിധി വരെ പോലീസിൻ്റെ നിസ്സംഗത ഇടപെടൽ കൊണ്ടോ അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം കൊണ്ട് അവരെ സംബന്ധിച്ചോളം നിർവീര്യമാകുകയാണ് പോലീസ് വിഭാഗം. ആ നിർവീര്യമാക്കാതെ ഇവരെ കുറച്ചുകൂടെ ഈ വിഭാഗം, ഇപ്പം സ്കൂളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. സ്കൂളിലെ പ്രിൻസിപ്പൽ അല്ല കോളേജ് പ്രിൻസിപ്പൽമാരും ഒക്കെ പരാതി നമ്മളോടും ഒക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് തന്നെ പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ നമുക്ക് സങ്കടം തോന്നും. അതൊക്കെ വളരെ ശക്തമായിട്ട് ഇടപെടണ്ടേ? കുട്ടികളാണ്, നിയമത്തിന്റെ അഭാവമല്ല, പക്ഷേ അത് അതിനോടുള്ള ജാഗ്രതയും നടപ്പിലാക്കണമെന്ന നിർബന്ധ ബുദ്ധിയും സംവിധാനത്തിനുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹവും ഉയർത്തുന്ന ചോദ്യം.